89.6 FM സർഗക്ഷേത്ര. നമസ്കാരം, വെൽക്കം ടു ഉയരെ. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് അന്നയാണ് കേട്ടോ. എന്തായാലും റേഡിയോയുടെ വോളിയൊക്കെ കൂട്ടി വെച്ചോളൂ. നമ്മൾ ഇനി കുറച്ചധികം സ്പെഷ്യൽ കാര്യങ്ങളുമായിട്ടാണ് ഈ 2 മണിക്കൂർ ജേർണി ഇവിടെ ഈ ഒരു മൊമെന്റിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ അന്ന ഒറ്റയ്ക്ക് ആയിരിക്കില്ലല്ലോ എന്നുള്ളതായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? യെസ്, നിങ്ങളെ ചിന്തയൊക്കെ കറക്റ്റ് ആണ്. എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. ഏറ്റവും സന്തോഷത്തോടു കൂടി ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അതിന് മുൻപ് ഇന്ന് നമ്മൾ കാര്യമായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ ഫ്യൂച്ചറിനെ പറ്റിയിട്ടാണ്. നമ്മുടെ യൂത്ത് ആണ് നമ്മുടെ ഫ്യൂച്ചർ എന്ന് എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലേ. അപ്പോൾ യങ്ങർ ജനറേഷന് വേണ്ടി, അല്ലെങ്കിൽ മനസ്സിൽ ആ ഒരു യുവത്വം കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ഉയരയിലേക്ക് ഒരു സ്പെഷ്യൽ സ്വാഗതം ഞാൻ പറയാണ്. ആൻഡ് എൻ്റെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് KDISC, അതായത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിലിന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്, ജിൻറ്റോ സെബാസ്റ്റ്യൻ. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു അന്ന. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു. അന്നയ്ക്കും സുഖം എന്ന് വിചാരിക്കുന്നു. സുഖം, സുഖകരം, സന്തോഷം, സമാധാനം. സർഗക്ഷേത്ര റേഡിയോ FM-ന്റെ പ്രവർത്തനങ്ങളും ഗംഭീരമായിട്ട് പോകുന്നു എന്ന് തന്നെ കരുതുന്നു. തീർച്ചയായും. വന്നതിൽ സന്തോഷം, കണ്ടതിൽ സന്തോഷം. എന്തായാലും നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നതിൽ ബാക്കി നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സന്തോഷം ഉണ്ടാവണം അല്ലെ? തീർച്ചയായും. അത്രേ ഉള്ളൂ. നമ്മള് എല്ലാത്തിലുപരി ഈ ഒരു വേർഡിന്, അതായത് സന്തോഷം എന്ന് പറയുന്ന വേർഡിനാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് സമാധാനത്തിനും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് പലപ്പോഴും യങ്ങർ ജനറേഷൻ ആയിരിക്കാം. പല കാര്യങ്ങൾ, പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഓരോ പിഞ്ചു മനസ്സുകളിലും ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പേരുടെയെങ്കിലും മനസ്സുകളിലേക്ക്, അല്ലെങ്കിൽ കുറച്ച് പേരുടെയെങ്കിലും ജീവിതത്തിലേക്ക് ഒരു ചെറിയ വെളിച്ചമാകാനായിട്ട് ഇന്നത്തെ ഉയരയിലൂടെ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ ഏറ്റവും നന്നായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും നമ്മുടെ ജിൻഡോ സാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ആ ഒരു വെളിച്ചം കയ്യിലേന്തി ഒരു വലിയ ഗൈഡൻസ് ആയിട്ട് നമ്മുടെ കൂടെ അല്ലേ? തീർച്ചയായും. എന്തായാലും നമ്മൾ ഇന്ന് യൂത്തിനെ പറ്റി കാര്യമായിട്ട് സംസാരിക്കുന്നു പറഞ്ഞു. എന്തായാലും നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിനെ പറ്റി തന്നെയാണ് ആദ്യം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു ഇൻട്രോ കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് KDISC എന്ന് കേൾക്കുമ്പോൾ പലരും ചിലപ്പോൾ ഈ പേര് കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ ഇതെന്താണ് എന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രൈമറി സ്റ്റേജിൽ നിന്ന് തുടങ്ങുന്നതാണ് അതിൻ്റെ ഒരു ശരി അല്ലേ? ഓക്കെ, അപ്പോൾ KDISC എന്ന് പറയുന്നത് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ. ശരിക്കും എന്താണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? അതുപോലെ തന്നെ എന്തൊക്കെ മേഖലകളിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോക്കസ് ചെയ്യുന്നത്? കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഇന്നോവേഷൻ എക്കോസിസ്റ്റം ശക്തിപ്പെടുത്താനുള്ള ഒരു സംവിധാനമാണ്. കേരളത്തിലെ ഇന്നോവേഷൻ ആവാസ വ്യവസ്ഥ, കേരളത്തിൽ ഇന്നോവേഷൻ നടത്തുന്ന സ്ഥാപനങ്ങൾ, ഇന്നോവേഷൻ നടത്തുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇന്നോവേഷൻ നടത്തുന്ന ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ ഇന്നോവേഷൻ ആവശ്യമുള്ള ഇടങ്ങൾ, ഈ സ്ഥലങ്ങളിലൊക്കെ ഇന്നോവേഷൻ്റെ സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തുക, നമ്മുടെ നാട്ടിലുള്ള പ്രശ്നങ്ങളെ ഇന്നോവേഷൻ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുക, ആലോചിക്കുക, പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള പ്രവർത്തനങ്ങളാണ് KDISC മുൻകൈയെടുത്ത് നടത്തുക. അതുപോലെ തന്നെ സർക്കാരിന് ഇത്തരം വിഷയങ്ങളിൽ ഉപദേശം നൽകുകയെ ചെയ്യുന്ന ഒരു തിങ്ക് ടാങ്ക് ബോഡി ആയിട്ടാണ് KDISC പ്രവർത്തിക്കുന്നത്. ഉദാഹരണത്തിന് ചെറിയ കുട്ടികളെ, നമുക്ക് യങ് അവേർനെസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഉദാഹരണത്തിന് ചെറിയ കുട്ടികൾക്ക് കണക്ക് പഠിക്കാൻ ഏറെ പ്രയാസമുണ്ടെന്ന് നമുക്കറിയാം അല്ലേ? നമ്മുടെ കുട്ടികളുടെ ഗണിത ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് KDISC നടത്തിയിരിക്കുന്ന ഒരു പരിപാടിയാണ് മഞ്ചാടി എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളെ അവരുടെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സിൽ, അവരുടെ ചുറ്റുപാടിൽ നിന്ന് കണക്കിൻ്റെ ഉദാഹരണങ്ങൾ എടുത്ത് ആ ഉദാഹരണങ്ങൾ വഴി കുട്ടികളെ കണക്ക് പഠിപ്പിക്കുക. അതുവഴി ഈ കണക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഏലിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമല്ല. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത്, നമ്മുടെയൊക്കെ അടുക്കളയിലും നമ്മുടെ വീട്ടുമുറ്റത്തും നമ്മുടെ പറമ്പിലും ഒക്കെ ഉള്ളതാണ് ഈ ഗണിതം. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ഇത്തരത്തിൽ ഇന്നോവേഷൻ ആവശ്യമുള്ളിടത്ത്, നൂതന ആശയങ്ങൾ ആവശ്യമുള്ളിടത്ത്, കൺവെൻഷണൽ അല്ലാത്ത ഇടപെടലുകൾ ആവശ്യമുള്ളിടത്ത് എങ്ങനെ ഇടപെടാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് നിരന്തരമായി അന്വേഷിക്കുന്ന ഒരു പദ്ധതിയാണ് KDISC. ഒരു ഓർഗനൈസേഷനാണ് KDISC എന്ന് പറയുക. ഇപ്പോൾ കണക്കിന് നമുക്ക് മഞ്ചാടി എന്ന് പറഞ്ഞൊരു പരിപാടി ഉള്ളതുപോലെ തന്നെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മഴവില്ലെന്ന് പറഞ്ഞ മറ്റൊരു പരിപാടിയുണ്ട്. അത് പൂർണ്ണമായും ശാസ്ത്രം കുട്ടികൾക്ക് എളുപ്പമാക്കുക, കുട്ടികളിൽ യുക്തിബോധം വളർത്തുക, റാഷണൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുക, കുട്ടികളിൽ കുറച്ചുകൂടി ക്രിട്ടിക്കലായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ പഠിക്കുക, സർവോപരി കുട്ടികളിൽ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ എമേർജിംഗ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗമുണ്ട്. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് സാങ്കേതികമായി ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുക. കുറച്ച് ഹൈ എൻഡ് ടെക്നോളജി ഒക്കെ ആയിരിക്കും. അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്ത് ആ പ്രൊജക്റ്റുകളെ ടെസ്റ്റ് ചെയ്ത്
പൂർണ്ണമാക്കാനും വേണ്ടി വർക്ക് ചെയ്യുന്ന എമേർജിംഗ് ടെക്നോളജി എന്ന് പറഞ്ഞ ഡിവിഷൻ ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ആളുകൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ അവർക്ക് തൊഴിൽ കൊടുക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, പിന്നെ നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്ന ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇനി മറ്റൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശികമായി നമുക്കിപ്പോൾ പഞ്ചായത്ത് തലങ്ങളിൽ നമുക്കറിയാം, പ്രാദേശികമായിട്ട് പഞ്ചായത്ത് തലങ്ങളിൽ ഉള്ള പ്രശ്നങ്ങൾ ഒരു ഗ്രാമപഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒരു കോർപ്പറേഷനിലോ ഒക്കെയുള്ള വളരെ തദ്ദേശീയമായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ ഉള്ള ആളുകൾ ചിലപ്പോൾ പഞ്ചായത്തിന് പുറത്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളിൽ സൊല്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ പഞ്ചായത്തിൽ തന്നെ സൊല്യൂഷൻ ഉണ്ടാവാം. അങ്ങനെ നമ്മൾ ഈ ലോക്കൽ പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങളെ കണ്ടെത്തി ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങൾ അന്വേഷിക്കുന്ന വൺ ലോക്കൽ ഗവൺമെന്റ് വൺ ഐഡിയ, നമ്മൾ OLOA എന്നൊക്കെ ചുരുക്കത്തിൽ പറയും. അങ്ങനെ പദ്ധതികളുണ്ട്. അപ്പം അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ നടത്തിക്കൊണ്ടുവരികയാണ്. ഇതിൻ്റെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത് നാട്ടിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നാട്ടിൽ ഇടപെടലുകൾ, നൂതനാശയ സംബന്ധിയായ ഇടപെടലുകൾ ആവശ്യമുള്ള സ്ഥലത്ത് എങ്ങനെ സജീവമായിട്ട് ഇടപെടാൻ കഴിയും, മാറ്റം കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഈ പരിപാടികളുടെയൊക്കെ ലക്ഷ്യം. നവകേരളം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നൂതനാശയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ KDISCിന്റെ ലക്ഷ്യം. എന്തായാലും KDISCിനെ മുന്നോട്ട് നയിക്കാനായിട്ട്, അതായത് മൊത്തം നേരത്തെ പറഞ്ഞ പോലെ നവകേരളം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമ്മൾ എല്ലാവരെയും ഒന്നിച്ചെത്തിക്കാനായിട്ട്, നമുക്ക് ഒന്നിച്ച് മുന്നേറാനായിട്ട് മുൻപിൽ നിൽക്കുന്ന കുറേയധികം ആളുകളുണ്ട്. അതിലൊരാൾ തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്, ജിൻഡോ സെബാസ്റ്റ്യൻ സാർ. ഏകദേശം 8 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലേ? ഓക്കെ, എന്തായാലും നമ്മൾ ആ കാര്യങ്ങളിലേക്കൊക്കെ പതുക്കെ വരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ഇത് ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം, അതായത് YIP എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡീപ്പായിട്ട് കുറച്ചുകൂടി അറിയാനായിട്ട് പോകുന്നത്. അതിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനി ഒരു നിമിഷം പോലും വൈകാതെ നേരെ പാട്ടിലേക്ക് പോവാം. പാട്ടിന് ശേഷം ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഇൻഫർമേഷൻസുമായിട്ട് ഉയരയിലൂടെ ഞങ്ങൾ രണ്ടുപേരും എത്തുന്നതായിരിക്കും അല്ലേ സർ? തീർച്ചയായിട്ടും. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉയരയിലൂടെ നമ്മൾ ഇന്ന് എല്ലാവരും ഒന്നിച്ച് മുന്നേറാനുള്ള ഒരു വലിയ സ്റ്റെപ്പിലേക്കാണ് എത്തുന്നത്. കാരണം ഈ യൂത്ത് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഒരു എനർജിയാണ്. നമ്മുടെ ലോകം തന്നെ ആശ്രയിച്ചിരിക്കുന്നത് യങ് ജനറേഷനിലാണ്. അപ്പോൾ അവരുടെ ഫ്യൂച്ചർ ഏറ്റവും മനോഹരമാക്കേണ്ട ഒരു ഉത്തരവാദിത്തം സൊസൈറ്റിക്ക് മുഴുവനായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ ഉണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണം നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് KDISC എന്ന് പറയുന്നത്. അപ്പം എന്തായാലും KDISCിനകത്തേക്കുള്ള ഒരു ജേർണിയിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എന്തായാലും നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് KDISCിന്റെ തന്നെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആയിട്ടുള്ള ജിൻഡോ സെബാസ്റ്റ്യൻ ആണ്. അപ്പോൾ ജിൻഡോ സാർ കുറച്ച് മുൻപ് എന്താണ് KDISC എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നു, കൃത്യവും വ്യക്തവുമായിട്ട് നമ്മൾ അറിഞ്ഞു. എന്തായാലും നമ്മൾ ഇനി YIP അതായത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിലേക്ക് ഒന്ന് കിടക്കുകയാണ്. ശരിക്കും എന്താണ് YIP? അതുപോലെ ഏതൊക്കെ ഇടങ്ങളിലാണ് ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കുന്നത്? ഓക്കെ, YIP എന്ന് പറയുന്നത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക്, അതായത് 8ാം ക്ലാസ് മുതൽ റിസർച്ച് തലം വരെ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എന്താണ് ഈ പരിപാടിയുടെ ഒരു പശ്ചാത്തലം എന്നുകൂടി പറഞ്ഞു പോവാം. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് കേരള കരിക്കുലം ഫ്രെയിംവർക്കിൽ 2023 വന്നിരുന്ന വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്, വലിയൊരു മാറ്റമുണ്ട്. കുട്ടികൾ ക്ലാസ് മുറിയിൽ പഠിക്കേണ്ടത് പാഠപുസ്തകങ്ങളിലുള്ള കാര്യങ്ങൾ അതുപടി വായിച്ച് പഠിക്കുക എന്നല്ല, മറിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുകയും ചെയ്തു പഠിക്കുകയും പരിശീലിച്ച് പഠിക്കുകയും ചെയ്യുക എന്നൊരു പാരഡൈം ഷിഫ്റ്റിലേക്ക് നമ്മൾ ഈ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023 വരെ ഉണ്ടായി. തീർച്ചയായും കുട്ടി പഠിക്കുന്ന കാര്യം പഠിച്ച് മറക്കുക എന്നതിനപ്പുറം എവിടെയെങ്കിലുമൊക്കെ പ്രയോഗിച്ച് പഠിക്കുക എന്നുള്ള ഒരു പഠനം. തീർച്ചയായും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. മാത്രമല്ല അതിൻ്റെ ഒരു റാഷണൽ ഈ പറയുന്ന കാര്യത്തിൻ്റെ പിന്നിലുള്ള ഒരു യുക്തി കുട്ടിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അതിൻ്റെ പിന്നിലൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് കുട്ടിക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരത്തിൽ കുറച്ചുകൂടി കുട്ടി അത്തരത്തിൽ ഈ ഓരോ പഠിക്കുന്ന സങ്കേതങ്ങളെയും പ്രോപ്പർട്ടീസിനെയും ലേൺ ചെയ്യുക എന്നൊരു അപ്രോച്ച് വരികയുണ്ടായി. ഇത് 2023 ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും പ്രധാനമായിട്ട് YIP മുമ്പോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള ആശയമാണ്. YIP സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 2019 കേരളത്തിലെ 8 മുതൽ റിസർച്ച് തലം വരെയുള്ള വിദ്യാർത്ഥികളുടെ നൂതനമായ ആശയങ്ങൾ, പുതിയ ആശയങ്ങളെ കണ്ടെത്തി അതിനെ പ്രൊമോട്ട് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആക്കി അല്ലെങ്കിൽ അതിനെ പൂർണ്ണാവസ്ഥയിലാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് YIP നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ നമ്മുടെ മറ്റു മത്സരങ്ങളിലൊക്കെ നമുക്കറിയാം, പൊതുവെ മത്സരങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പ്രസംഗ മത്സരമാകാം, പാട്ട് മത്സരമാകാം, ഉപന്യാസ മത്സരമാകാം, ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നൂതനാശയ മത്സരം ആയിക്കോട്ടെ, എന്ത് മത്സരമാണെങ്കിലും കുട്ടി അല്ലെങ്കിൽ മത്സരാർത്ഥി ഒരു
കുട്ടിയുടെ മത്സരത്തിന് ഉപയോഗിക്കാൻ പോകുന്ന പാട്ടോ പ്രസംഗമോ ഇനി നൂതനാശയമെങ്കിൽ നൂതനാശയം, പ്രോട്ടോടൈപ്പിംഗ് പ്രോട്ടോടൈപ്പ്, അതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നു. ഒരു ജൂറി വരുന്നു, മാർക്കിടുന്നു. 1ാം സ്ഥാനക്കാരനെയും 2ാം സ്ഥാനക്കാരനെയും 3ാം സ്ഥാനക്കാരനെയും തിരഞ്ഞെടുക്കുന്നു. അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നു. അവസാനം ഇതാണല്ലോ മത്സരങ്ങളുടെ ഒരു രീതി എന്ന് പറയുന്നത്. IIP ഇതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ്. നമ്മൾ കുട്ടിയെ ഏറെ സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ കുട്ടീനെ വളരെ ഏകനായിട്ട് നീ പോയി ഒരു ഇന്നോവേഷൻ കൊണ്ടുപോവാ, ഞങ്ങൾ മാർക്കിട്ട് നിന്നെ ഞങ്ങൾ ജഡ്ജ് ചെയ്ത് നിനക്ക് 1ാം സ്ഥാനം 2ാം സ്ഥാനം തരാമെന്നല്ല നമ്മൾ പറയുക. മറിച്ച് നമ്മുടെ പ്രോഗ്രാം സ്കൂൾ തലങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആദ്യഘട്ടത്തിൽ കുട്ടികളുടെ അടുത്ത് നിന്ന് ആശയങ്ങൾ സ്വീകരിക്കുന്നു. ഈ ആശയങ്ങൾ ആദ്യം ഒരു പ്രിലിമിനറി ഇവാലുവേഷൻ നടത്തുന്നുണ്ട്, അതിനുശേഷം ഒരു ജില്ലാതല ഇവാലുവേഷൻ നടത്തുന്നുണ്ട്, അതിനുശേഷം ഒരു സ്റ്റേറ്റ് ലെവൽ ഇവാലുവേഷൻ നടത്തുന്നുണ്ട്. ഇങ്ങനെ 3 തലത്തിലുള്ള ഇവാലുവേഷനിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇതിനൊക്കെ മുന്നേ കുട്ടികളെ നമ്മൾ തന്നെ ഗ്രൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡിസ്ട്രിക്ട് ലെവൽ ഇവാലുവേഷന് മുന്നേ നമ്മൾ കുട്ടി കൊണ്ടുവന്നിരിക്കുന്ന ആശയം ഏത് വിഷയമേഖലയുമായി ബന്ധപ്പെട്ടാണെന്ന് നോക്കിയിട്ട് ആ വിഷയമേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പേർട്ടിനെ നമ്മൾ തന്നെ കുട്ടിക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഇയാളുമായി നേരിട്ട് സംസാരിച്ചാൽ, ഈ എക്സ്പേർട്ടുമായിട്ട് നേരിട്ട് സംസാരിച്ച് ഈ കുട്ടി കൊണ്ടുവന്നിരിക്കുന്ന ആശയങ്ങൾ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ലോജിക്കൽ ഡിസ്കണക്റ്റുകൾ ഉണ്ടെങ്കിൽ കുട്ടിക്ക് അത് കറക്റ്റ് ചെയ്ത് കുട്ടിക്ക് തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ക്യാമ്പുകൾ നടത്തും, ബൂട്ട് ക്യാമ്പുകളും അതുപോലെ തന്നെ ഇമേർഷൻ ട്രെയിനിങ്ങുകളൊക്കെ നമ്മൾ നടത്തും. ഇവിടെ നമ്മൾ കുട്ടികളെ ഈ വിന്നേഴ്സിനെയൊക്കെ നമ്മൾ ജില്ലയിൽ ഗ്രൂപ്പായിട്ട് ഇരുത്തിയിട്ട് എങ്ങനെയാണ് ഐഡിയ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക, നമുക്ക് എങ്ങനെയാണ് മികച്ചൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കാൻ സാധിക്കുക, എങ്ങനെയാണ് നമ്മുടെ ആശയത്തിൻ്റെ അപാകതകളെ മറികടക്കാൻ സാധിക്കുക, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങുകളെല്ലാം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് ലെവൽ ഇവാലുവേഷന് മുന്നേ നമ്മളിത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഡിസ്ട്രിക്ട് ലെവൽ വിന്നർ എന്ന് പറയുമ്പോൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം എന്നുള്ള കൺസെപ്റ്റ് അല്ല. നമ്മൾ ഫിക്സ് ചെയ്യുന്നൊരു ത്രഷോൾഡ് ഉണ്ട്, അതിൻ്റെ മേലെ എത്തുന്ന എല്ലാ കുട്ടികളും ഡിസ്ട്രിക്ട് വിന്നേഴ്സാണ്. അതേപോലെ തന്നെ സംസ്ഥാന തലങ്ങളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നൊരു മാർക്കുണ്ട്, അതിൻ്റെ മേലെ എത്തുന്ന എല്ലാ കുട്ടികളും സംസ്ഥാന തലത്തിലും വിന്നേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മത്സരം എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സ്ട്രക്ചർ എന്ന് പറയാം. അപ്പോൾ ഈ പരിപാടിയിൽ ഏകദേശം കുറേയധികം വിഷയമേഖലകളുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ. കൃഷി, പൊതുജനാരോഗ്യം, മത്സ്യസമ്പത്ത്, മത്സ്യവളർത്തൽ, മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ മൃഗപരിപാലനം, മാലിന്യ സംസ്കരണം, ഊർജം എന്നിങ്ങനെയുള്ള ജെൻഡർ അല്ലെങ്കിൽ പ്രോബ്ലംസ് ഓഫ് ചിൽഡ്രൻ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, പ്രായമായവരുടെ പ്രശ്നങ്ങൾ, മാർജിനലൈസ് ചെയ്യപ്പെട്ട ആളുകളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയമേഖലകൾ കുട്ടികൾക്ക് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. ഇപ്പം എൻ്റെ താല്പര്യം എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ളവരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് ബേസിക്കലി എനിക്ക് താല്പര്യമുള്ളതെങ്കിൽ, ഞാൻ കൂടുതൽ എംപത്തറ്റിക് ആയിരിക്കുന്ന അവരോടാണെങ്കിൽ, എൻ്റെ ഒരു പേഴ്സണൽ ഇമോഷൻ കൂടുതൽ ആ മനുഷ്യരോടാണെങ്കിൽ, സ്വാഭാവികമായിട്ടും അസിസ്റ്റീവ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട ഒരു തീം നമുക്ക് അവിടെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുട്ടികളെ ചിന്തിക്കാൻ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു 10, 28, 29ഓളം വിഷയമേഖലകൾ നമ്മൾ YIPയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയമേഖലകളിലാണ് കുട്ടികൾ ഐഡിയ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമ്മൾ കോട്ടയം ജില്ലയുടെ ഒരു പ്രത്യേകത എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, കോട്ടയത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ആശയങ്ങൾ വരുന്നത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം കോട്ടയം ഒരു അഗ്രേറിയൻ കമ്മ്യൂണിറ്റി ആണല്ലോ, കൂടുതലും കൃഷിയാണ്. അപ്പോൾ കൃഷി സ്വാഭാവികമായിട്ടും നമ്മൾ കുട്ടികൾ ചിന്തിക്കുന്ന അങ്ങനെയാണ്. രാവിലെ പറമ്പിലേക്ക് ഇറങ്ങുമ്പം അപ്പം നേരിടുന്ന പ്രശ്നങ്ങൾ, അമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ, കൃഷിക്ക് വിളവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷുദ്രജീവികൾ കൃഷിയെ ആക്രമിക്കുന്നു, അല്ലെങ്കിൽ റബ്ബർ പാല് ഉറയ്ക്കുന്ന സമയത്തുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, തേനെടുക്കുന്ന സമയത്തുള്ള ചില പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങളെ കണ്ടെത്തി നമ്മുടെ കുട്ടികൾ കൃത്യമായിട്ട് തന്നെ പരിഹാരമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വിഷയമേഖലകളിൽ ആശയം സമർപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ YIPയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മൾ തന്നെ ഇനിയിപ്പം നമ്മൾ കുട്ടികളോട് ചെല്ലുമ്പോൾ എപ്പോഴും പറയുക, നിങ്ങളൊന്ന് പുറത്തേക്ക് നോക്കൂ, നിങ്ങളുടെ ചുറ്റും നിങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ കാണാം, ആ പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരാൻ പറ്റുമെന്നാണ് നമ്മൾ കുട്ടിയോട് ചോദിക്കുക. നമ്മൾ ആദ്യം കുട്ടികളോട് ഇന്നോവേഷനും ഇൻവെൻഷനും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞു കൊടുക്കും. ഇതാണ് ഇൻവെൻഷൻ, ഇതാണ് ഇന്നോവേഷൻ എന്നൊക്കെ നമ്മൾ ആദ്യം കുട്ടികളോട് പറയും. YIPയുടെ റിയൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു റിയൽ വേൾഡ് പ്രോബ്ലം, യഥാർത്ഥ ജീവിത പ്രശ്നം, അതിനെ പരിഹരിക്കാനുള്ള സൊല്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ പാഠപുസ്തകത്തിൽ നിന്ന് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടോ, അതിനെ നിങ്ങൾ എടുത്തരൂ എന്നാണ് നമ്മൾ YIPയിൽ പറയുക. യെസ്, എന്തായാലും YIP എന്ന് പറയുന്നത് എത്രത്തോളം നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്ന് നമ്മളിതാ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇനി നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാൻ പോകുന്നത് ഒരു പാട്ടാണ് കേട്ടോ. പാട്ടിന് ശേഷമാണ് നമ്മൾ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ കിടക്കുന്നത്. ആൻഡ് യു ആർ ലിസണിംഗ് ടു ഉയരെ ഓൺലി ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. പാട്ടൊക്കെ കേട്ടേ നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ നമ്മുടെ K-Diskലെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറും ജോയിൻ ചെയ്യുന്നുണ്ട്, ജിൻഡോ സെബാസ്റ്റ്യൻ സാർ. നമ്മളിന്ന് കാര്യമായിട്ട് യൂത്തിനെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എന്തായാലും K-Diskനെ പറ്റിയും YIPനെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി നമ്മൾ ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പോവാണ്. കുറച്ച് മുൻപ് നമ്മുടെ കുട്ടികളിൽ നിന്ന് ഐഡിയാസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചു. ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് ഇപ്പോൾ ആവശ്യം ചിന്തിക്കുന്നവരെയാണ് അല്ലേ. ചിന്തിച്ച് അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നിന്ന് നല്ല രീതിയിൽ കുറേയധികം മാറ്റങ്ങൾ ഈ ലോകത്ത് വരുന്നവരെയാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ
അപ്പോൾ ചെറിയൊരു കാര്യമായാലും അതിൽ ഒരു സ്പെഷ്യൽ എക്സ്പേർട്ടിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ അതിനെ വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ഐഡിയാസ് കുട്ടികളിൽ നിന്ന് കണക്ട് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഇടങ്ങളിൽ നമുക്കിത് ഏത് രീതിയിലാണ് കുറച്ചുകൂടി ബെറ്റർ ഒരു രീതിയിലേക്ക്, ബെറ്റർ ഒരു സ്റ്റേജിലേക്ക് ഈ ഐഡിയനെ കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുക? ഒരു കുട്ടീനെ എങ്ങനെ നമുക്ക് ഗൈഡ് ചെയ്യാനായിട്ട് പറ്റും? ഓക്കെ, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത് ഏകദേശം 1 വർഷത്തോളമാണ്. കുട്ടി ആശയം സമർപ്പിച്ച് ആ ആശയം ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നത് വരെയുള്ള കാലഘട്ടമാണ് 1 വർഷം. അതിനുശേഷം അത് വീണ്ടും നമ്മുടെ മെൻറ്ററിങ് സപ്പോർട്ടൊക്കെ തുടരും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 മാസം കൊണ്ട് 1 ആഴ്ച കൊണ്ടൊക്കെ തീർന്നു പോകും. ഇതങ്ങനെയല്ല. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ചെറിയ റിപ്പീറ്റേഷൻസ് ഉണ്ടാവും. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, നമ്മൾ ഈ ഒരു കുഞ്ഞ് ആശയം സമർപ്പിക്കുന്നു, ഒരു കോളേജ് വിദ്യാർത്ഥിയോ സ്കൂൾ വിദ്യാർത്ഥി ആവട്ടെ, ആശയം സമർപ്പിക്കുന്നു. ഈ ഐഡിയ പ്രാരംഭഘട്ടത്തിലൊന്ന് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതിന് മുന്നേ തന്നെ ഈ ഐഡിയ സമർപ്പിക്കുന്നത് സ്കൂളിലെ ഒരു ടീച്ചറുടെ ഗൈഡൻസോട് കൂടിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ മുഴുവൻ ഏകദേശം 100% എന്ന് തന്നെ ഞാൻ പറയും, അത്രയും സ്കൂളുകളും കോളേജുകളും ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ്. ഇതേവരെ 13.5 ലക്ഷം കുട്ടികളാണ് ഈ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്കൂളിൽ നിന്ന് ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഈ പരിപാടിയുടെ അംബാസഡറായിട്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. അവരുമായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷങ്ങളിലും പ്രോഗ്രാം നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പം YIP 9.0 നമ്മൾ നിൽക്കുക. അതായത് YIP 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇപ്പം 9.0 എന്ന് പറയുന്ന എഡിഷനിൽ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ നടന്നുകൊണ്ടിരിക്കുക, സ്കൂളിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എല്ലാ സ്കൂളുകളിലെ അധ്യാപകർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓറിയൻറ്റേഷൻ സെഷൻസ് നടത്തും. അപ്പോൾ അവരോട് നമ്മൾ പറയും എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, എന്താണ് ഇന്നോവേഷൻ, നമുക്ക് എങ്ങനെയാണ് ക്ലാസ് മുറികളിൽ കുട്ടികളുടെ ഇന്നോവേറ്റീവ് ഐഡിയാസിനെ ഒരു ആദ്യഘട്ടത്തിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക, കുട്ടികളെ എങ്ങനെയാണ് നമുക്ക് റിയൽ വേൾഡ് പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സജ്ജരാക്കാൻ പറ്റുക, കുട്ടിനെ എങ്ങനെയാണ് നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് എത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ആദ്യഘട്ടത്തിൽ അധ്യാപകരുമായിട്ട് സംസാരിച്ച് അവരെ ഒന്ന് ബോധവൽക്കരിക്കും. അവർ വീണ്ടും ക്ലാസ് മുറികളിലേക്ക് പോയി കുട്ടികളെ ക്ലാസ് മുറിയിൽ കൂട്ടിയിരുത്തി ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് മക്കളെ, നമുക്കതിൽ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്ത് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ആശയങ്ങൾ ക്ലാസ് മുറികളിൽ നിന്ന് പതിയെ നമ്മുടെ പോർട്ടലിലേക്ക് എത്തും. അതാണ് ഒരു പോർട്ടൽ. നമ്മൾ YIP ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറഞ്ഞ പരിപാടിയുടെ YIPയുടെ പോർട്ടലുണ്ട്, ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം പോർട്ടലിൽ വന്ന ആശയങ്ങൾ നമ്മുടെ ഐഡിയ സമർപ്പണത്തിന്, ഐഡിയ സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് ശേഷം നമുക്കൊരു പ്രൈമറി ഇവാലുവേഷൻ ഉണ്ടാവും. അപ്പം ജങ്ക് ഐഡിയാസ് പോലുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബ്ലൈൻഡ് കോപ്പീസൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇതിനെ നമ്മളൊരു എക്സ്പേർട്ടിൻ്റെ ആദ്യഘട്ട ഇവാലുവേഷനായിട്ട് നമ്മൾ വിട്ടുകൊടുക്കും. അവിടുന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെയാണ് നമ്മൾ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് കൊണ്ടുപോവുക. ഈ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകുന്ന കുട്ടികൾ തൊട്ടാണ് നമ്മുടെ ഇന്റർവെൻഷൻ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. അത് പാട്ടിന് ശേഷമാണ് അറിയാൻ പോകുന്നത് കേട്ടോ. സോ സ്റ്റേ ട്യൂൺ ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി, കാലത്തിനൊപ്പം കൂടെയുള്ളത് അന്നയാണേ. 89.6 FM സർഗക്ഷേത്ര. ഉയരയിലേക്ക് നമ്മൾ തിരിച്ചെത്താണ്. കൂടെയുള്ളത് തന്നെയാണ്. എൻ്റെ കൂടെയുള്ളത് KDISC യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറായിട്ടുള്ള ജിൻഡോ സെബാസ്റ്റ്യൻ സാറാണ്. സാർ, ഐഡിയാസ് ഡിസ്ട്രിക്ട് ലെവൽ എത്തിയവരെയായിരുന്നു നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ അടിപൊളി ഐഡിയാസിൻ്റെ അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇനിയുള്ള ഒരു കണ്ടിന്യൂവേഷൻ എങ്ങനെയായിരിക്കും? ആദ്യം നമ്മളൊരു കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജില്ലയിൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് COP ഉണ്ട്, ഡിസ്ട്രിക്ട് കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു വിവിധങ്ങളായിട്ടുള്ള വിഷയമേഖലകൾ YIPലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ഓരോ വിഷയമേഖലകളിലുമുള്ള എക്സ്പേർട്ടുകൾ പ്രോബോണോ ആയിട്ട്, എന്ന് പറഞ്ഞാൽ പണം വാങ്ങാണ്ട് യാതൊരു പ്രതിഫലവും പറ്റാണ്ട് ഈ കുട്ടികളെ സഹായിക്കാൻ വേണ്ടിയുള്ളൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുണ്ട് YIPയുടെ ഭാഗമായിട്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ടായിട്ടുണ്ടാവുക ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഈ ഇൻഡസ്ട്രി എക്സ്പേർട്ടുകൾ ഉണ്ടാവും, അതുപോലെ റിട്ടയർഡ് ഹെഡ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കറിയാം കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, അല്ല കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയാൻ ഏറ്റവും മിടുക്കരാ റിട്ടയർഡ് ആയിട്ടുള്ള കൃഷി ഓഫീസർമാരാണ്, അല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട മേഖലകളിൽ മികച്ച അഭിപ്രായം പറയാൻ ഒന്നെങ്കിൽ ഡോക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നേഴ്സസ് ആയിരിക്കാം. അവരാണെങ്കിൽ ഏറ്റവും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു മൊമെന്റ്. എക്സാക്ട്ലി. ആക്ച്വലി ഈ മനുഷ്യർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും യങ് ജനറേഷനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വലിയൊരു കമ്മ്യൂണിറ്റി എല്ലാ ജില്ലകളിലും ഉണ്ട്. ഈ കമ്മ്യൂണിറ്റി നമ്മൾ ഓൺലൈനായിട്ടായിരിക്കും കുട്ടികളെ കണക്ട് ചെയ്യുക. ഓഫ്ലൈനായിട്ട് പല ഘട്ടങ്ങളിലും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ട് ഓൺലൈനായിട്ടാണ് കണക്ട് ചെയ്യുക. ഈ ആളുകളുമായിട്ട് നമ്മുടെ കുട്ടികൾ ഓൺലൈനിൽ സംസാരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് ഇവർ ഈ ആശയങ്ങൾ പറയും. എക്സ്പേർട്ടുകൾ ഈ കുട്ടികളുമായിട്ട് സംസാരിച്ച് അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊടുക്കും.
അപ്പം ഇതാണ് അതിൻ്റെ ഒരു ഘട്ടം. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഐ മീൻ ഡിസ്ട്രിക്ട് ലെവൽ ഇവാലുവേഷൻ എത്തുന്നതിന് മുന്നേ തന്നെ വീണ്ടും നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യാറുണ്ട്. ആ ക്യാമ്പ് 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ്. അവിടെയാണ് നമ്മൾ കുട്ടികളെ ഡിസൈൻ തിങ്കിങ് ഒക്കെ പരിശീലിപ്പിക്കുക. ഡിസൈൻ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇന്നോവേഷനുമായി ബന്ധപ്പെട്ടൊരു അപ്രോച്ചാണ്. അതൊരു വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. അവിടെ കുട്ടി എങ്ങനെയാണ് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ആ പ്രോബ്ലത്തിനാണ് എംപതൈസ്ഡ് ആവുക, ഒരു പ്രോബ്ലത്തെ എങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ മനസ്സിലാക്കും, ഒരു പ്രോബ്ലത്തെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, എങ്ങനെയാണ് ഈ ഡെഫിനേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു ഐഡിയ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സംഭവം ഐഡിയേറ്റ് ചെയ്യുക, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ഐഡിയേറ്റ് ചെയ്തതിനു ശേഷം എങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യണം, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്ന ഒരു ചിന്താശാഖയാണ് ഈ പറയുന്ന ഡിസൈൻ തിങ്കിങ് എന്ന് പറയുക. അതൊരു സ്റ്റാൻഡേർഡ് ചിന്ത, ലോകം മുഴുവൻ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നൊരു അപ്രോച്ചാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കും. കുട്ടികൾ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന വർക്ക്ഷോപ്പിൽ ഒരു പ്രോബ്ലം അവർ തന്നെ ഗ്രൂപ്പായി സെലക്ട് ചെയ്ത് ആ പ്രോബ്ലത്തിനെ അവർ എംപതൈസ് ചെയ്ത് അതിനെ ഐഡിയേറ്റ് ചെയ്ത് ആ പ്രോബ്ലത്തിനെ അവർ വിഘടിപ്പിച്ച് പഠിച്ചൊക്കെ ഒരു കുഞ്ഞ് പ്രോട്ടോടൈപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ പോവുക. അപ്പോൾ ഇവർ ഈ പഠിച്ച അപ്രോച്ച് എന്ത് ചെയ്യും, ഇവർ നേരെ ഇവരുടെ ഓൺ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്താണ് അവസാനം നമ്മൾ അവരെ സ്റ്റേറ്റ് ലെവലിൽ എത്തിക്കുക. അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്യുന്ന കുട്ടി എന്ന് പറയുന്നത് ആ പ്രോബ്ലത്തിലൊരു മാസ്റ്റർ ആയിരിക്കും. ഇപ്പം നമ്മൾ മറ്റൊരു കാര്യം ചെയ്യുന്നത്, നമുക്കൊരു വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ സർവേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ എല്ലാവരുടെയും ആശയങ്ങൾ അവരുടെ ബ്രെയിൻ ചൈൽഡ് ആയതുകൊണ്ട് തന്നെ ഈ കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം ഞാൻ കൊണ്ടുവരുന്ന ആശയം എന്നെ സംബന്ധിച്ച് എന്തായാലും അടിപൊളിയായിരിക്കും, ആരെന്ത് പറഞ്ഞാലും എനിക്ക് അടിപൊളിയായിരിക്കും. അതിലൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. ആക്ച്വലി നമ്മളൊരു മനുഷ്യൻ്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ പോകുമ്പം നമ്മൾ ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ ആസ്പെക്റ്റിനെയാണോ അഡ്രസ്സ് ചെയ്യുന്നതെന്നൊരു ചോദ്യം ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പം പ്രായമായ ആളുകൾ നേരിടുന്നൊരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു, ബെഡ് റിഡൻ ആയിട്ടുള്ള ഒരു വ്യക്തി നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്ന് വിചാരിക്കുക. ഞാൻ ആ പ്രോബ്ലത്തെക്കുറിച്ച് മനസ്സിലാക്കിയതിൻ്റെ അതേ രൂപത്തിലാണോ ആ മനുഷ്യൻ ആ പ്രോബ്ലം നേരിടുന്നതെന്നൊരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ അല്ലല്ലോ ഈ പ്രശ്നം അനുഭവിക്കുക, മറ്റൊരു മനുഷ്യനല്ലേ. അപ്പം ഇതിനെയാണ് നമ്മൾ ഈ വോയിസ് ഓഫ് സ്റ്റേക്ക് ഹോൾഡർ സർവേ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ എന്ത് പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിച്ചാലും നിങ്ങൾ ആ പ്രശ്നം നേരിടുന്ന ആളുമായി സംസാരിച്ചിരിക്കണം എന്നുള്ളൊരു നിബന്ധനയുണ്ട്. ആ സിറ്റുവേഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഒരാളുമായിട്ടല്ല. ഇപ്പം വന്യജീവി സംഘർഷം കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മുടെ ഒരു തീമാണ് ഈ വന്യജീവി സംഘർഷം എന്ന് പറയും. ഈ വന്യജീവി സംഘർഷത്തിലെ ഒരു പ്രശ്നം കുട്ടിയെ പരിഹരിക്കാൻ പോകുമ്പോൾ കുട്ടി നിർബന്ധമായും ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് സംസാരിക്കണം. ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്? ഒന്നെന്ന് പറയുന്നത് ഈ വനത്തിൻ്റെ അടുത്ത് താമസിക്കുന്ന കർഷകനാണ്, അല്ലെങ്കിൽ വനാതിർത്തിയോട് ചേർന്ന് വീടുള്ള കൃഷിഭൂമിയുള്ള മനുഷ്യനാണ് ഒരു സ്റ്റേക്ക് ഹോൾഡർ. രണ്ടാമത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുക ഈ വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചീത്ത കേൾക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലേ, അറിയാം. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് കുട്ടി സംസാരിച്ചിരിക്കണം, അവിടുത്തെ പ്രാദേശിക പഞ്ചായത്ത് സർക്കാരുമായിട്ട് കുട്ടി സംസാരിച്ചിരിക്കണം. അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രശ്നങ്ങളുമായി നിൽക്കുന്ന മുഴുവൻ ആളുകളുമായും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായും കുട്ടി ഇൻട്രാക്ട് ചെയ്തതിന് ശേഷമായിരിക്കണം കുട്ടി ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാൻ ഇറങ്ങിത്തിരിക്കേണ്ടത്. അപ്പം എന്താ ഗുണമെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് കൃത്യമായ ധാരണയുണ്ടാവും പ്രശ്നത്തെക്കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ് ഇതാണ്. പ്രോബ്ലത്തെ കൃത്യമായി പഠിക്കാതെ നമുക്ക് അതിൻ്റെ സൊല്യൂഷനിലേക്ക് എത്താൻ കഴിയില്ല. തീർച്ചയായിട്ടും നമ്മൾ പ്രോബ്ലത്തെ തെറ്റായി മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഒരു പാർട്ട് മാത്രം മനസ്സിലാക്കിയിട്ട് നമ്മൾ സൊല്യൂഷനിലേക്ക് എത്തിയാൽ നമുക്കറിയാം അതൊരു വൈകല്യമുള്ള സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ മുന്നിലുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഈ കുട്ടികളെ നർച്ചർ ചെയ്യുന്നതിൻ്റെ YIP ഭാഗമായി കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതിൻ്റെ നമ്മുടെ പല അപ്രോച്ചുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കുട്ടികളെ പല മേഖലകളിൽ ട്രെയിൻ ചെയ്താണ് നമ്മൾ ഈ പറയുന്ന സ്റ്റേറ്റ് ലെവൽ സെലക്ഷൻ വരെ എത്തിക്കുക. സ്റ്റേറ്റ് ലെവലിൽ എത്തിയത് മനസ്സിലായി. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ജേർണി നമുക്കൊരു പാട്ട് കേട്ടിട്ട് അറിയാം. ഓക്കെ, തീർച്ചയായും. ഓക്കെ, അപ്പൊ എന്തായാലും സാർ ഡബിൾ ഓക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു സെക്കൻഡ് പോലും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നില്ല. പാട്ട് വരുന്നുണ്ട്, അതിനുശേഷം ഞങ്ങളും 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പറന്നുയരാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് YIPയുടെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആയിട്ടുള്ള ജിൻഡോ സെബാസ്റ്റ്യൻ ആണ്. സർ, നമ്മൾ കുട്ടികളുടെ ആശയങ്ങളെ നമ്മളൊരു വലിയ രീതിയിലേക്ക്, വലിയൊരു ലെവലിലേക്ക്, നമ്മളെപ്പോഴും ജെൻസിയുടെ വേർഡിൽ പറയുകയാണെങ്കിൽ വേറെ ലെവലാടാ നീ എന്ന് പറയുന്ന രീതിയിലേക്ക് അവരുടെ ആശയങ്ങളെ എത്തിച്ച ഒരു മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലേ. ഇപ്പോൾ അവരുടെ ഓരോരുത്തരുടെയും ആശയങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഒരു എക്സ്പേർട്ട് അവരെ മെന്റർ ചെയ്ത് ഇപ്പോൾ ഒരു സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ കൊണ്ടെത്തിച്ച കാര്യം വരെ പറഞ്ഞു. ഇനി എന്തായിരിക്കും നെക്സ്റ്റ് പ്രോസസ് വരുന്നത്? അപ്പോൾ സ്റ്റേറ്റ് ലെവലിൽ വിൻ ചെയ്യുന്ന കുട്ടികൾക്ക് പിന്നീടുള്ളത് നമ്മുടെ മെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് നിരവധി മെന്റർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരും. ഇപ്പം നമ്മുടെ കോട്ടയം എടുക്കുകയാണെങ്കിൽ കോട്ടയത്തെ മെഡിക്കൽ കോളേജുകൾ, അല്ലെങ്കിൽ നമ്മുടെ റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ടല്ലോ, ധാരാളം റബ്ബർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മുടെ മെന്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരും. അപ്പോൾ അവിടുത്തെ എക്സ്പേർട്ടുകൾ പിന്നെ കുട്ടികളെ കണ്ടു തുടങ്ങും. അവരുമായിട്ട് നമ്മൾ മന്ത്ലി മീറ്റിംഗ്സ്
കണ്ടക്ട് ചെയ്യും. അപ്പം നമ്മളിങ്ങനെ ടാർഗറ്റ് കൊടുക്കും കുട്ടിക്ക്. ഫസ്റ്റ് മീറ്റിങ്ങിൻ്റെ സമയത്ത് എക്സ്പേർട്ടുമായിട്ട് കുട്ടി കണക്റ്റ് ആവും. അപ്പോൾ കുട്ടിയോട് പറയും നമ്മൾ ഇന്ന ആഴ്ച നിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന മാസം നമുക്ക് ഇന്ന സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് വരുന്ന മാസം നമുക്ക് ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഷെഡ്യൂളൊക്കെ വെച്ചിട്ട് ഈ പറയുന്ന എക്സ്പേർട്ടും കുട്ടിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിന് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൊരു ഇൻസിഡൻറ്റ്, ഞാൻ കോട്ടയത്ത് വരുന്നതിന് പത്തനംതിട്ട ജില്ലയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പത്തനംതിട്ട ജില്ലയിൽ ഒരു ആശയം വരികയുണ്ടായി. ആരോഗ്യരംഗമായി ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഐഡിയ ആണ്. അപ്പം ഈ കുട്ടിയുടെ മെൻറ്ററായിട്ട് വന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഇതൊരു സ്കൂൾ കുട്ടിയാണ്. അപ്പോൾ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഈ മെൻറ്റർ ഇൻട്രാക്ഷൻസ്, അതായത് ഈ കുട്ടിയും ഈ ഡോക്ടർ വലിയ നല്ല പൊസിഷനുള്ള ഒരു ഹൈ പ്രൊഫൈലുള്ള ഡോക്ടറാണ്, നല്ല തിരക്കുള്ള ഡോക്ടറാണ്, കേരളത്തിൽ അറിയപ്പെടുന്ന ഡോക്ടറാണ്. അദ്ദേഹവും ഈ കുട്ടിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഭയങ്കര രസകരമായിട്ട് പോകുന്ന പിന്നീട് എനിക്ക് കാണാൻ പറ്റി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെറിയ കുഞ്ഞാണ്, ഒരു 8ലോ 9ലോ പഠിക്കുന്ന കുട്ടിയാണ് ഈ പയ്യൻ. ഇദ്ദേഹം ഭയങ്കരമായി ഒരുപാട് ഉയരത്തിലുള്ളൊരു ഡോക്ടർ. ആക്ച്വലി ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വളരെ ഗംഭീരമായിട്ട് മുമ്പോട്ട് പോകുന്നു. ആശയങ്ങൾ പതിയെ പതിയെ വരുന്നു. മെല്ലെ മെല്ലെ ഇതൊരു മികച്ച ആശയമായിട്ട് മാറി. നമ്മളത് എക്സിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് ആയി നമ്മൾ ആ പ്രോഗ്രാം എക്സിറ്റ് ചെയ്തു. അപ്പോൾ അത്തരത്തിൽ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് സമൂഹത്തിൻ്റെ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന പ്രായത്തിൻ്റെ കാര്യത്താണ് ഞാൻ പറഞ്ഞത്. രണ്ട് തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾ തമ്മിൽ സാധ്യമാകുന്ന ഒരു മനോഹാരിതയും എൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ തുരത്തിൽ എത്രമാത്രം ഒതുങ്ങുന്നുവോ അത്രയും ഞാൻ സ്വയം അപകടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് കൊളാബറേഷൻ സാധ്യമല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഞാൻ സർവൈവ് ചെയ്യില്ല എന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഇൻ്റർ ഡിസിപ്ലിനറി ആണെങ്കിലും ഇൻ്റർ പേഴ്സണൽ ആണെങ്കിലും. അതായത് ഞാൻ പഠിച്ചത് ഇതാണ്, ഞാൻ ഇതിൽ മാത്രമേ നിൽക്കത്തുള്ളൂ, ഇത് മാത്രമേ ചെയ്യുള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ ചിന്തിക്കൂ എന്നൊക്കെ വാശി പിടിക്കുന്ന ഒരു സ്വഭാവം ആളുകൾക്കുണ്ട്. അങ്ങേറ്റം ഡേഞ്ചറാണ്. YAP കുട്ടികളോട് പറയുന്നത് അങ്ങനെ ആവരുതെന്നാണ് പറയുന്നത്. നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യണം. സാധ്യമായ വ്യക്തികളോടും സാധ്യമായിട്ടുള്ള ഡൊമൈനുകളോടും സാധ്യമായിട്ടുള്ള പ്രൊഫഷണലുകളോടും സാധ്യമായിട്ടുള്ള സംവിധാനങ്ങളോടും ഓർഗനൈസേഷനോടും ഇൻഡസ്ട്രിയോടും ഒക്കെ നിങ്ങൾ കൊളാബറേറ്റ് ചെയ്യണം. അങ്ങനെ കൊളാബറേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫ്രൂട്ട്ഫുൾ ആവും, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ ഫ്രൂട്ട്ഫുൾ ആവുമെന്ന് നമ്മൾ പറയാം. അപ്പം ഞാൻ മുമ്പേ പറയാൻ പോകുന്നതിൽ വിട്ടുപോയൊരു കാര്യം, ഈ കൊളാബറേഷൻ കുട്ടികളിൽ ഉണ്ടാക്കുക, പിയർ ഇൻട്രാക്ഷൻ കുട്ടികളിൽ സ്ട്രോങ് ആക്കുക. YAP മുമ്പോട്ട് വെക്കുന്നത് നിങ്ങൾ ഒരിക്കലും ഇൻഡിവിജ്വലായിട്ട് YAPയിൽ ഐഡിയ സബ്മിറ്റ് ചെയ്യരുത് നമ്മൾ കുട്ടികളോട് പറയും. നിങ്ങൾ 2 പേരെങ്കിലും മിനിമം വേണം. 2 പേരെങ്കിലും നിങ്ങൾ മിനിമം ഉണ്ടാവണം. 2 പേരുടെ ടീമിന് മാത്രമേ 2 മുതൽ 5 പേരും അടങ്ങുന്ന ടീമിന് മാത്രമേ ഐഡിയ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതും ഈ പിയർ ലേണിംഗ് എക്സ്പീരിയൻസ്, കൊളാബറേറ്റീവ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ മെൻറ്റേഴ്സ് വരുന്നു. മെൻറ്റേഴ്സ് വന്നതിന് ശേഷം കുട്ടികൾ അവരുമായിട്ട് സംസാരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ട ഇൻപുട്ടുകൾ കിട്ടുന്നു. ഇനി അവരുടെ ഒരു മച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഒക്കെ ആയി കഴിഞ്ഞാൽ ഇതിനെ പിന്നീട് അങ്ങോട്ടൊരു പ്രൊഡക്റ്റാക്കി ഡെവലപ്പ് ചെയ്യാനുള്ള സപ്പോർട്ടും ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്നെങ്കിൽ നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻഡസ്ട്രീസിനെ കണ്ടെത്തി ആ ഇൻഡസ്ട്രീസ് വഴി ഇവർക്ക് ലഭ്യമാക്കും. ഇനി അതല്ലെങ്കിൽ ഇവർക്ക് ഫണ്ടിങ്ങിന് സാധ്യതയുള്ള മറ്റ് ഫണ്ടിങ് ഏജൻസികളുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും YAPയിൽ ഇപ്പോൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഫൈനലി ഒരു പ്രൊഡക്റ്റാക്കി കുട്ടീനെ പുറത്തേക്ക് വിടുന്നത്. ഏകദേശം 20-23 സ്റ്റാർട്ടപ്പുകൾ YAPയുടെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയ തോട്ടിൽ നിന്ന് ഇങ്ങനെ എത്തിയെന്ന് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മുടെയൊക്കെ ഓരോ ചിന്തകൾ എങ്ങനെ നമ്മുടെ ലോകത്തെ മാറ്റിമറിക്കാം എന്നുള്ളത് ഇപ്പൊ തന്നെ മനസ്സിലായില്ല എല്ലാവർക്കും. ഇനി നമ്മൾ ചെറിയ രീതിയിലേക്കൊന്ന് മാറാൻ പോവാണ്. നമ്മളൊരു ട്രാൻസ്ഫോർമേഷൻ നടത്താൻ പോവാണ്, ഒരു പാട്ടിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, എന്തായാലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരുപാട് കലക്കൻ വിശേഷങ്ങളുമായി ഉയരയിലൂടെ സർഗ ക്ഷേത്ര 89.6 FM ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗ ക്ഷേത്ര. അങ്ങനെ ഒരുപാട് സ്പെഷ്യൽ ഇൻഫർമേഷൻസുമായിട്ട് നമ്മുടെ ഉയരെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉയർന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെയും ആശയങ്ങളെയും ഒക്കെ ഉയർത്താനുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ജിൻഡോ സെബാസ്റ്റ്യൻ സർ. നമ്മൾ എന്തായാലും ഇനി അടുത്തൊരു മേഖലയിലേക്ക് കടക്കുകയാണ് കേട്ടോ. നമ്മൾ YAPനെ പറ്റി കാര്യമായിട്ട് സംസാരിച്ചു. ഏതൊക്കെ രീതിയിലേക്കാണ് ഒരു ചെറിയ ആശയത്തെ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റുക എന്നത് നമ്മൾ സംസാരിച്ചു. നമ്മൾ പറയുമല്ലോ, ഒരൊറ്റ ചോദ്യം മതി ജീവിതം മാറി മറിയാന്ന് പറയുന്ന പോലെ ഒരൊറ്റ ആശയം മതി നമ്മുടെ
വേൾഡേ മാറി മറിയാൻ. എന്തായാലും അതിൽ നിന്ന് നമ്മൾ ഇനി നമ്മുടെ പലരുടെയും ജീവിതങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാൻ കേട്ടോ. ഒരു ഇൻഡിവിജ്വലിന് നമുക്കറിയാം, ഇപ്പോൾ ഒരു ജോലിയിലേക്കാണെങ്കിൽ അദ്ദേഹത്തിന് ടെക്നിക്കൽ നോളജ് കാര്യമായിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം വിജയിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഡൗട്ടോടുകൂടി ഇതുപോലൊരു സ്പേസോടുകൂടി നിൽക്കേണ്ട അവസ്ഥ പലർക്കും ഉണ്ടാവും. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ നമ്മൾ ഫോക്കസ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട സോഫ്റ്റ് സ്കിൽസ് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ ഒരു റിപ്ലൈ? നമ്മൾ പ്രധാനമായിട്ടും ഞാൻ പറയുക, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തെ ഏറ്റവും ബെറ്ററായി ജീവിച്ചു തീർക്കാൻ വേണ്ടുന്ന സ്കില്ലെന്ന് പറയുന്നത് എമ്പത്തിയാണ്. മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ്റെ തോന്നലുകളോടും, അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യൻ അനുഭവിക്കുന്ന കാര്യങ്ങളോടും ഏറ്റവും എത്രമാത്രം നമുക്ക് താതാത്മ്യപ്പെടാൻ പറ്റും, എത്രമാത്രം നമുക്ക് സാമ്യപ്പെടാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ് ഈ എമ്പതി എന്ന് പറയുക. അപ്പോൾ ഞാൻ ഇതുമായിട്ട് കണക്ട് ചെയ്തങ്ങ് പറഞ്ഞു പോവാം. അപ്പോൾ ഞങ്ങൾ ഈ YIP പറയുന്നത് നിങ്ങൾ എമ്പതറ്റിക് ആവണമെന്നാണ് പറയുക കുട്ടികളോടെ. അതാണ് മെയിൻ. അതായത് നീ ബസ്സിൽ കയറുമ്പോൾ ഒരു പ്രായമായ അപ്പൂപ്പനും അമ്മൂമ്മയും വടി കുത്തിപ്പിടിച്ച് നിൽക്കാൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ നീ അവിടെ എമ്പതറ്റിക് ആവണം. ആ പെയിൻ നിനക്ക് ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്താലേ നിനക്ക് അതിന് സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ നമ്മൾ കുട്ടികളോട് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്നത് എത്രയും മാത്രം എമ്പതറ്റിക് ആകാൻ പറ്റുമോ അത്രയും എമ്പതറ്റിക് ആവുക എന്നുള്ളത്. അത് നമുക്ക് മാത്രമല്ല അതിൻ്റെ ബെനിഫിറ്റ്, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്കും അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ മറ്റുള്ള മനുഷ്യൻ്റെ പ്രശ്നത്തിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള മനുഷ്യരുടെ ലോകമേ നല്ലപോലെ മനോഹരമായിട്ടുള്ളൂ. അവനവൻ്റെ പ്രശ്നങ്ങളിൽ മാത്രം ചിന്തിച്ച് അവനവൻ്റെ പ്രശ്നങ്ങളിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുടെ ലോകം ഒരു കാലത്തും മനോഹരമാവില്ല. നമ്മൾ ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മൊബൈൽ ഫോണുകളൊക്കെ വന്ന കാലമാണ്. അപ്പോൾ അന്നത്തെ ചെറുപ്പക്കാരെ കുറിച്ചുള്ള ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാർ വെറും വാഴപ്പിള്ളേരാണ് അല്ലേ. അവർക്ക് യാതൊരു ചുറ്റുമുള്ള നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ബോധ്യവും ഇല്ല. അവർക്ക് ചുറ്റുമുള്ള വിഷയം ബോധേടല്ല. അവരവരുടെ ലോകത്ത് ഇങ്ങനെ പോകുന്നു. അവർക്ക് വേണ്ടത് ബൈക്ക്, അന്ന് ബൈക്കും മൊബൈൽ ഫോണുമാണ് അവർക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് കുറേ നറേറ്റീവ്സ് അക്കാലത്തുണ്ടായി. എനിക്കിത് എല്ലാ കാലത്തും ഉണ്ട് കേട്ടോ. ഈ കാലത്ത് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് നമ്മളിത് പറയുന്നുണ്ട്, അന്നത്തെ കുട്ടികളെ കുറിച്ചും ചെറുപ്പക്കാരെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ആളുകൾ ചെറുപ്പക്കാരായിരുന്ന കാലത്ത് അവരെ കുറിച്ച് അതിന് മുന്നുള്ള ആളുകൾ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇതൊരു സൈക്കിളാ. അതെ. പക്ഷെ ഇതിനൊരു മാറ്റം ഉണ്ടായി നമ്മുടെ പ്രളയം ഉണ്ടായ സമയത്ത് ഈ സാധനം മാറി. അപ്പൊ എന്ത് ചെയ്തു, ഈ കയ്യിലിരുന്ന മൊബൈൽ ഫോണുകളൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ കുട്ടികളൊക്കെ വലിയ പോരാളികളായിട്ട് മാറി. അവർ ഈ ഫോണുകൾ ഉപയോഗിച്ച് എവിടെയാണ് എന്തൊക്കെ റിസോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, ആർക്കാണ് എന്തൊക്കെ നീഡ്സ് ആണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് കുട്ടികൾ ഈ ഫോൺ ഉപയോഗിച്ച് വർക്ക് ചെയ്ത് ഇടപെടലുകൾ നടത്തി. എമ്പത്തറ്റിക് ആയതുകൊണ്ടാണ്. കാരണം ഞാനിരിക്കുന്ന സ്ഥലത്ത് കുഴപ്പമൊന്നും ഇല്ലെങ്കിലും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മനുഷ്യൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അപ്പോൾ സാധ്യമായ ഇടപെടലുകൾ എനിക്ക് എവിടെ ഇരുന്ന് നടത്തണം എന്ന് മലയാളി ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ അങ്ങനെ ഇടപെട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ എമ്പതി എന്ന് പറഞ്ഞ സ്കില്ല. മറ്റൊന്നെന്ന് പറഞ്ഞാൽ കൊളാബറേഷനാണ്. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുക. എവിടെയോ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ അത്തരത്തിൽ കൊളാബറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. കാരണം തുരുത്തുകളായി കുട്ടികൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ കാലം കഴിഞ്ഞു. സിംഗിൾ വിഷയത്തിൽ മാസ്റ്റേഴ്സ് ആകുന്ന, അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ മാത്രം തങ്ങി നിൽക്കുന്ന ആളുകളുടെയും സംവിധാനങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് വർക്ക് ചെയ്യാൻ ശേഷിയും അതിനുള്ള തയ്യാറും അതിനുള്ള മനസ്സുമുള്ള ആളുകളാവണം നമ്മുടെ കുട്ടികൾ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഞാൻ പഠിക്കുന്നത് സോഷ്യൽ സയൻസ് ആണെങ്കിലും എനിക്ക് AI കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം, റോബോട്ടിക്സിനെ കുറിച്ച് ധാരണ ഉണ്ടാവണം, ChatGPT ഒരു സെർച്ച് എഞ്ചിൻ അല്ലാണ്ട് എങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടാവണം, അല്ലെങ്കിൽ ഹെൽത്തിൽ എനിക്ക് ധാരണ ഉണ്ടാവണം, ആരോഗ്യ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് എനിക്ക് ധാരണ ഉണ്ടാവും. അങ്ങനെ അറിവിനെ മാക്സിമം ഒരു വിഷയത്തിൽ തങ്ങി നിർത്താതെ മൾട്ടി ഡിസിപ്ലിനറി ആയിട്ട് ചിന്തിക്കാൻ കഴിയുക എന്നുള്ളത് ഇന്നത്തെ കാലത്തെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ്. അത് എനിക്കറിയില്ല, ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേ ആളുകളിൽ ഇപ്പോൾ പുതിയ തലമുറയിലായിക്കോട്ടെ അല്ലെങ്കിൽ മനുഷ്യരിൽ നമ്മുടെ ആളുകൾ ഇമോഷണലി എത്രമാത്രം ഇൻ്റലിജൻ്റ് ആണ് എന്നുള്ളതിൽ എനിക്കറിയില്ല. ആവണം എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മുടെ മനസ്സിൽ വരുന്ന ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ ഇൻ്റലിജൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണോ നമ്മൾ. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ വർക്കും ലൈഫും ഒരുപോലെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ, വൃത്തിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ജീവിതം വിജയിക്കാൻ അതിൽ കൂടുതലൊന്നും വേണം. അപ്പം ഇങ്ങനെ ഒരുപാട് സ്കില്ലിനെ കുറിച്ച് പറയാം. പക്ഷേ കോറായിട്ട് നമുക്ക് ഈ 2-3 സ്കിൽസ് ഉണ്ടെങ്കിൽ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മളിങ്ങനെ ഈ യൂത്ത് സ്കിൽ ഡേയുടെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ 2-3 സ്കില്ലിനെയാണ് എനിക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഞാൻ ഇപ്പോൾ സംസാരിച്ച് വന്നപ്പോൾ എംപത്തറ്റിക് ആവണം എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ മതിലിൽ എഴുതിയിരുന്ന ഒരു വാചകമാണ്, സ്പ്രെഡ് എ സ്മൈൽ ദാറ്റ് ഗോസ് എ മൈൽ എന്നുള്ളതാണ് ആ ഒരു വാചകം. ഞാൻ ഇന്ന് ഒരു അപരിചിതനെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ചിരി എന്നും അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് ആയിട്ട് ചിരിക്കാതെ വേറെ ഓപ്ഷൻ ഇല്ല. ചിലപ്പോൾ ആ ഒരു ചിരി മറ്റൊരാളുടെ വിഷമത്തിലേക്ക് ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു ആശ്വാസമായിട്ട് അത് എത്തിയേക്കാം അല്ലെ. അപ്പോ പെട്ടെന്ന് ആ ഒരു വാചകമാണ് സാറ് സംസാരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഓർമ്മ വന്നൊരു കാര്യം. അതെ, നമ്മൾ കേട്ടിട്ടുണ്ടാവല്ലോ, ഞാൻ മരിക്കുമ്പോൾ
നമ്മളൊക്കെ മരിക്കുമ്പം എത്ര പേര് കരയാനുണ്ടാവും എന്ന് ചിന്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം ശരിയാണ് അല്ലേ. നമ്മൾ ചിലരെ മരിക്കുമ്പോൾ ഒരുപാട് പേര് കരയും, ചിലരെ മരിക്കുമ്പം കരയാൻ ആരും ഉണ്ടാവില്ല. പല കാരണങ്ങൾ കൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാലും മരിക്കുമ്പോൾ ഒരുപാട് പേര് കരയാനുണ്ടാവുന്ന പലരുടെയും ലൈഫിൽ നമ്മൾ എംപത്തറ്റിക്കായി ഇടപെട്ടത് കൊണ്ടാണ് എന്നുകൂടി പറഞ്ഞു വരാറുണ്ട്. അപ്പോൾ ചേർത്ത് പറഞ്ഞാണ്. അപ്പൊ നമ്മൾ കുറച്ചധികം കാര്യമായിട്ട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് ഒരു പാട്ട് നമുക്ക് അർജന്റ് ആയിട്ട് കേൾക്കണം. പാട്ട് കേട്ട് നമ്മളൊന്ന് കൂളായിട്ട് തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. ഇനിയും കുറച്ചധികം സ്പെഷ്യൽ ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഉയരയിലൂടെ തന്നെ യു ആർ ലിസ്ണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. പാട്ടൊക്കെ കേട്ട് നമ്മൾ ഒരുപാട് സന്തോഷത്തോടു കൂടി വീണ്ടും ഈ ഒരു സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കാതോരം കരുതലായി കാലത്തിനൊപ്പം സർഗക്ഷേത്ര 89.6 FM-ലൂടെ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യൽ എക്സ്പേർട്ട് തന്നെയാണ്. യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ആയിട്ടുള്ള ജിൻഡോ സെബാസ്റ്റ്യൻ. അദ്ദേഹം 8 വർഷത്തോളമായിട്ട് ഈ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും നമുക്ക് അത് ഏറ്റവും മനോഹരമായിട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട് ഓരോരോ മറുപടികളിലൂടെ. എന്തായാലും നമ്മൾ യൂത്തിനെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഇരയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കരിയർ ചൂസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരു കാര്യം. 10 കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറേ ആളുകൾ കൊണ്ടിടുന്ന ക്വസ്റ്റ്യൻ, ഇനി എന്താ ചെയ്യാൻ പോകുന്നേ, തീർന്നോ, അത് ടേണിംഗ് പോയിന്റ് ആണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒന്നാമത് പേടിപ്പിക്കും. അതാണ് മെയിൻ പോയിന്റ്. അത് കഴിയുമ്പോൾ ഈ ടേണിംഗ് പോയിന്റിൽ നിന്നും ഒരു സ്ട്രെയിറ്റ് പോയിന്റിലേക്ക് എത്തണമെങ്കിൽ കുറച്ചധികം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ടേസ്റ്റ് ആദ്യം മനസ്സിലാക്കണം. പക്ഷേ നമ്മൾ അതിന് മുൻപ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട് കുട്ടികൾ കരിയർ ചൂസ് ചെയ്യുന്ന സമയത്ത് ചെയ്തു വരാറുള്ള മിസ്റ്റേക്സ് ആണ്. അവരുടെ ചോയ്സിൽ അവർ എടുക്കുന്ന മിസ്റ്റേക്സിനെ പറ്റിയാണ്. ഒറ്റ മിസ്റ്റേക്കേ ഉള്ളൂ, തെറ്റായ കരിയർ ചൂസ് ചെയ്യുക. ആ ഒറ്റ മിസ്റ്റേക്ക് ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം. ഈ തെറ്റായ കരിയറിലേക്ക് കുട്ടികൾ പലപ്പോഴും പെട്ടുപോകുന്ന ട്രെൻഡിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നതിൻ്റെ ഭാഗമായിട്ട്. അതായത് പൊതുവേ കുട്ടികളുടെ കരിയർ ചൂസ് ചെയ്യുന്നതിൽ ഈ പേരൻസിൻ്റെയും ചുറ്റുമുള്ളവരുടെയും ഒരു ഡിസിഷൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തൊഴിലിനെ കുറിച്ചുള്ളൊരു ധാരണ എന്ന് പറയുന്നത് ഭയങ്കര ഹൈറാർക്കിക്കലാണ്. എല്ലാ തൊഴിലിനും ഒരേ ഡിഗ്നിറ്റി ആണോ നമ്മുടെ ആളുകൾ മനസ്സിൽ വെച്ചിരിക്കുക? അല്ല, അല്ലേ? അതായത് ഒരു ഡോക്ടർ ആവാൻ പഠിക്കുന്ന കുട്ടിയെയും ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കുന്ന കുട്ടിയെയും നമ്മുടെ ആളുകൾ ഒരേ രീതിയിലല്ല കാണുന്നത്. അതൊരു നഗ്നമായിട്ടുള്ള വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യം. അത് തന്നെയാണ് ഇതിൻ്റെ അകത്തെ പ്രധാന പ്രശ്നം. എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ഏത് മേഖലയിലാണ്, എൻ്റെ ടേസ്റ്റ് ഏത് മേഖലയിലാണ്, ആ മേഖലയിലേക്ക് എനിക്ക് പോകാൻ പല കുട്ടികൾക്കും പോകാൻ പറ്റാത്ത ഈ ഒരു സ്റ്റിഗ്മ നാട്ടിൽ നിൽക്കുന്നതുകൊണ്ട് കല്യാണത്തിനൊക്കെ ആളുകൾ ഒന്നിച്ചു കൂടുമ്പം കൊച്ചിപ്പം മറ്റേ ഹോട്ടൽ മാനേജ്മെന്റിനാണ് പഠിക്കുന്നതല്ലേ, കൊച്ചിപ്പം MBBS പഠിക്കുന്നത് എന്നുള്ള ഈ 2 പ്രയോഗങ്ങളുമുള്ള വ്യത്യാസമാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം. ഈ ഒരു സ്റ്റിഗ്മയെ മറികടക്കാൻ നമ്മുടെ കുട്ടികൾക്ക് പറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ ഏതാണെന്ന് കുട്ടികൾക്ക് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അവരുടെ ആപ്റ്റിറ്റ്യൂഡ് അവർക്ക് തന്നെ അറിയാൻ പറ്റും. എൻ്റെ സ്ട്രോങ് ഏരിയ, എനിക്ക് വീട്ടിൽ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എന്ന് പറയുന്നത് ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ്. ഒരു തർക്കമില്ല, അതൊരു മോശം സാധനമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ കുട്ടികൾക്ക് അവരുടെ റിയൽ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി ഈ ചുറ്റുമുള്ള പ്രഷറിനെയൊക്കെ ഒന്ന് നൈസായിട്ട് ഹാൻഡിൽ ചെയ്ത് അവനവന് സേഫ് ആയിട്ടുള്ള അവനവന് കംഫർട്ടബിൾ ആയിട്ടുള്ള വഴിയിലേക്ക് പോകാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ കറക്റ്റായിട്ടുള്ള കരിയർ വഴിയിലേക്ക് എത്തും. അതേസമയം ഇന്നയാൾ ഇന്ന കോഴ്സിന് പോയതുകൊണ്ട് ഞാനും പോകണം എന്നൊരു പ്രഷറിൻ്റെ അകത്ത് കുട്ടികൾ പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ കഷ്ടപ്പെട്ട് ഈ ജോലി ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പറയാവുന്ന ഒരു കാര്യം. ഇഷ്ടപ്പെട്ട് ജോലി ചെയ്താലേ കാര്യമുള്ളൂ, നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. കൃഷിയാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ ഏറ്റവും നൂതനമായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. കൃഷി ഇഷ്ടമുള്ള കുട്ടി നാളെ പറമ്പിലിറങ്ങി കൃഷി ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് കൃഷിയുമായി ബന്ധപ്പെട്ട് ജോലി സാധ്യതകൾ ഓഫർ ചെയ്യുന്ന ഇഷ്ടം പോലെ മേഖലകളുണ്ട്. ആ മേഖലകളിലേക്ക് പോവുക, അത്തരത്തിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. കാരണം ഇടപെടുന്ന വിഷയം കുട്ടി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏത് മേഖലയാണോ ആ മേഖലയും കുട്ടിയുമായി മാനസികമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം. കുട്ടിക്ക് അത് ഇഷ്ടമായിരിക്കണം. അത്രേ ഉള്ളൂ. വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇഷ്ടമുള്ള പണിക്കേ പോകാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇഷ്ടം പോലെ പാട്ടും നമുക്കിനി കേൾക്കാനുള്ള സമയമാണ്. സോ സ്റ്റേ ട്യൂൺഡ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു ഉയരയിലേക്ക്. നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് KDISCന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ
കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ജിൻഡോ സെബാസ്റ്റ്യൻ ആണ്. സർ, ഇഷ്ടമുള്ള കരിയർ അല്ലെങ്കിൽ ഫീൽഡ് ചൂസ് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു നമ്മൾ സംസാരിച്ചു വന്നത്. ആൻഡ് ഈ ഒരു ഇഷ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോൾ ഈ ഇഷ്ടം എന്ന് പറയുന്ന കാര്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അല്ലെങ്കിൽ രാവിലെ എണീക്കുന്നു, ഇപ്പോൾ ജോലിയാണെങ്കിൽ ജോലിക്ക് പോകുന്നു, അത് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, ഈ ഒരു സൈക്കിൾ മാത്രമാണ്. ലൈക്ക് ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്ന സംഭവം അവിടെ ഉണ്ടാവില്ല, അല്ലെ? സാറിന് എന്താ പറയാനുള്ളത് ഇത്തരത്തിൽ? അതായത് ഓരോ സ്റ്റുഡൻസിനും അവർ ആഗ്രഹിക്കുന്ന മേഖല ചൂസ് ചെയ്യാനായിട്ട് അവരെ അനുവദിക്കുക എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പ്, അല്ലെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസ് ആണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളുടേത് മാത്രമായ കുട്ടിയാണ്. ആ കുട്ടിക്ക് ഒരു അപരനില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് മറ്റൊരു കുട്ടിയാവാൻ സാധിക്കത്തില്ല, മറ്റൊരു കുട്ടിക്ക് നിങ്ങളുടെ കുട്ടിയാവാനും സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് സന്തോഷം നൽകുന്നത് ഏത് മേഖലയാണോ ആ മേഖല തിരിച്ചറിഞ്ഞ് ആ മേഖലയിൽ കുട്ടിയെ തുടരാൻ അനുവദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം കുട്ടിക്ക് ഇഷ്ടമുള്ളത് മാസ് കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് ഫോളോ ചെയ്യാൻ കുട്ടിയെ അനുവദിക്കുക. അതിന് വേണ്ടുന്ന സഹായം ചെയ്തു കൊടുക്കുക, നല്ല കോളേജുകൾ കണ്ടെത്തി കൊടുക്കുക, എവിടെയാണ് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കണ്ടെത്തുക എന്ന് അന്വേഷിക്കുക, അല്ലെങ്കിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുമെന്ന് അന്വേഷിക്കുക, അവിടെ കുട്ടിയെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷേ കുട്ടി 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും എടുക്കുന്ന അപക്വമായൊരു സെലക്ഷൻ ആണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനുവേണ്ട സജഷൻസ് അല്ലെങ്കിൽ അതിനോട് കറക്ഷൻസ് വളരെ ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികൾക്ക് കൊടുത്ത് കുട്ടികളെ ആ വഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതേസമയം അന്ധമായിട്ട് എല്ലാവരും പോകുന്നത് ഈ വഴിക്കായതുകൊണ്ട് എൻ്റെ കൊച്ചും ഈ വഴിക്ക് പോകണം എന്നുള്ള ധാരണ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതം ദുരിതത്തിലാക്കും. കാരണം ലൈഫിലൊരു അയാളെ ജോലി ചെയ്യുന്ന സമയത്ത് അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ 3% ഭാഗവും അയാളൊരു വർക്ക് സ്പേസിലാണ്. ആ വർക്ക് സ്പേസ് അയാൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമ്മൾ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് അയാളെ നമ്മൾ ഫോഴ്സ് ചെയ്ത് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലേക്ക് വിടുക എന്നുള്ളത്. ഈ പണം എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ജോലിയിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. ആ സാറ്റിസ്ഫാക്ഷൻ അവരുടെ ജീവിതത്തെ മൊത്തം ബാധിക്കും, അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും, അവരുടെ സോഷ്യൽ ലൈഫിനെ ഒക്കെ ബാധിക്കും. അപ്പോൾ അത്തരത്തിലേക്ക് ഒരു ഡിലമയിലേക്ക് നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവിടാണ്ടിരിക്കുക എന്നുള്ള പ്രശ്നം. കാരണം കുട്ടി സെലക്ട് ചെയ്യുന്ന വിഷയവും അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന തൊഴിലും തമ്മിൽ ഭയങ്കര മാനസികമായ ഒരു അടുപ്പം ഉണ്ടാവണം. ആ അടുപ്പം ഇഷ്ടപ്പെട്ടെടുക്കുന്ന തൊഴിലിന് മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്രശ്നങ്ങൾ. അതെ, തീർച്ചയായും പുതിയ പ്രശ്നങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതെ, ഉള്ള പ്രശ്നങ്ങളെ നമുക്ക് സ്മൂത്ത് ആയിട്ട് സോൾവ് ചെയ്യാം. എന്തായാലും പാട്ട് വരുന്നുണ്ട്. പാട്ട് കഴിഞ്ഞാലേ ഒരു കലക്കൻ കാര്യത്തെ പറ്റി നമുക്ക് അറിയാനുണ്ട്, കേൾക്കാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM ആൻഡ് യു ആർ ലിസണിംഗ് ടു ഉയരെ. കൂടെയുള്ളത് അന്നയാണ്. 89.6 FM സർഗക്ഷേത്ര. യെസ്, ആൻഡ് നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഉയരയിലേക്ക്. ആൻഡ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് KDISCന്റെ യങ് ഇന്നോവേറ്റേഴ്സ് പ്രോഗ്രാമിന്റെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജർ ജിൻഡോ സെബാസ്റ്റ്യൻ ആണ്. ജിൻഡോ സർ, നമ്മളങ്ങനെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഷയത്തിലേക്ക് ഒന്ന് കിടക്കുകയാണ് കേട്ടോ. നമുക്കറിയാം ജൂലൈ 15 എന്ന് പറയുന്ന ഒരു ദിവസം വേൾഡ് യൂത്ത് സ്കിൽ ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു വന്നതും യൂത്തിന് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അവരുടെ ജീവിതത്തിൽ അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഒരൊറ്റ സെക്കൻഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ ഹോൾ ലൈഫിനെ തന്നെ ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. ആൻഡ് അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവർ മനസ്സിലാക്കി തന്നെ എടുക്കണം, ചൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഡീപ്പായിട്ട് തന്നെ സംസാരിച്ചു. YIP പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞു. എന്തായാലും നമ്മൾ ഈ ഒരു ഡേ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു ഡേയെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ, ഇന്നത്തെ കാലത്ത് ഈ ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യേണ്ടതിൻ്റെ ഒരു ആവശ്യകത, ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രമാണ്? ഡേസ് ഒബ്സർവ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പലപ്പോഴും ഒരു ക്ലീഷേ തോന്നാറുണ്ടല്ലേ. കാരണം ഈ ജൂൺ 5 നമ്മൾ മരം വെച്ചിട്ട് ഈ മരം ആടിന് തിന്നാൻ കൊടുക്കുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ സജഷൻസ്, കുറേ രസകരമായ ട്രോൾസ് ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. പക്ഷേ സീരിയസ് ആയിട്ട് നമ്മൾ ഈ ഡേയ്സ് ഒബ്സർവ് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടെന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നേ ദിവസമെങ്കിലും ഈ ദിനാചരണം മുമ്പോട്ട് വെക്കുന്ന ആശയം ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തെങ്കിലും ആളുകൾ ചിന്തിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. അതിനോട് ബന്ധപ്പെട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ആളുകളിലേക്ക് എത്തും, ചർച്ചകൾ ഉണ്ടാവും, പ്രോഗ്രാംസ് ഉണ്ടാവും, സ്കൂളിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യും, ഒക്കെ നടക്കും. അപ്പോൾ അത്തരത്തിലൊരു ദിവസമാണ് ഈ പറയുന്ന യൂത്ത് സ്കിൽ ഡേ എന്ന് പറയും. അപ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എങ്ങനെയാണ് നമ്മുടെ യങ് ജനറേഷൻ്റെ സ്കില്ലിനെ നമുക്ക് പരുവപ്പെടുത്താൻ പറ്റുക എന്നുള്ളത്. അത് ചെയ്യേണ്ടത് ഈ യങ് ജനറേഷൻ മാത്രമല്ല, മറിച്ച് അതൊരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അതിൻ്റെ അകത്ത് സ്കൂൾ അധ്യാപകർ മുമ്പോട്ട് വരണം, മൊത്തം കമ്മ്യൂണിറ്റി മുമ്പോട്ട് വരണം, നിങ്ങളെപ്പോലുള്ള മീഡിയ പേഴ്സൺസ്
പൊളിറ്റീഷ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിഷ്യേറ്റീവ്സ് എടുക്കണം, പൊളിറ്റീഷ്യൻസ് ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് നടത്തണം, അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസ് ഒക്കെ നടത്തണം. അങ്ങനെ സമൂഹം മൊത്തം ഈ ഒരു വിഷയം ആ ദിവസം ചർച്ച ചെയ്യണം. ഇപ്പോൾ നമ്മൾ ക്വാഡ്രപ്ലെക്സ് മോഡൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം പറയാറുണ്ട്. ഇന്നോവേഷൻ നമ്മൾ ശക്തിപ്പെടുത്തുക, അല്ലെങ്കിൽ ഇന്നോവേഷൻ സാധ്യമാകണമെങ്കിൽ, അതിൽ ഇത്തരത്തിലുള്ളൊരു സംവിധാനം സാധ്യമാകണമെങ്കിൽ നമുക്ക് 4 ഏജൻറ്റുകൾ ഒന്നിച്ച് വരണം എന്ന് പറയും. ഒന്ന് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇവിടെ ഉണ്ടാവണം, ഗവൺമെൻറ് ഇവിടെ ഉണ്ടാവണം, അതുപോലെ തന്നെ ഇൻഡസ്ട്രികൾ ഇവിടെ ഉണ്ടാവണം, പിന്നെ നമ്മുടെ നാട്ടിലെ പബ്ലിക് കമ്മ്യൂണിറ്റി സിറ്റിസൺസ് ഇവിടെ ഉണ്ടാവണം. ഇത്രയും 4 വിഭാഗങ്ങൾ ഒന്നിച്ച് കൂടുമ്പോഴാണ് ഈ പറയുന്ന ഇന്നോവേഷൻ സാധ്യമാകും. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ കൊലാബറേറ്റീവായിട്ട് ആളുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലക്ഷ്യത്തിന് വേണ്ടി, ഈ ഒരു പർട്ടിക്കുലർ പരുവപ്പെടുത്തലിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയും. അപ്പോൾ ഈ ദിവസം നമ്മൾ സ്വാഭാവികമായിട്ടും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഇന്ന മേഖലകളിലാണ് നമ്മുടെ കുട്ടികളുടെ സ്കില്ല് വർദ്ധിപ്പിക്കേണ്ടത്, ഇന്ന മേഖലകളിലാണ് പോളിസി റിലേറ്റഡ് ആയിട്ട് നമുക്ക് സ്കിൽ ഡെവലപ്മെൻറ്റിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നിങ്ങനെയുള്ള ചർച്ചകൾ നാട്ടിലുണ്ടാവുകയും അത് കേൾക്കേണ്ടവർ കേൾക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇംപ്ലിമെൻറ്റേഷൻസ് ഉണ്ടാവുകയും നല്ല മാറ്റങ്ങൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാവുകയൊക്കെ ചെയ്യുക എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സാധ്യത, അല്ലെങ്കിൽ ഈ ദിവസം കണ്ടിട്ട് സംഭവിക്കേണ്ടത് അതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ നാടിൻ്റെയും ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആ നാടിൻ്റെ യങ് ജനറേഷൻ എത്രമാത്രം ക്വാളിറ്റിയോടെ ചിന്തിക്കുന്നു, എത്രമാത്രം ക്വാളിറ്റിയോടെ ജീവിക്കുന്നു, എത്രമാത്രം ക്വാളിറ്റിയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണല്ലോ ഇരിക്കുക. അപ്പോൾ ഈ ദിനാചരണങ്ങൾ വരും വർഷങ്ങളിലും സജീവമായിട്ട് നടക്കട്ടെ. അതിൻ്റെ ഭാഗമായി ശക്തമായ ചർച്ചകൾ, ഏത് ഡയറക്ഷനിലാണ് നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ യുവതലമുറയുടെ കഴിവുകൾ, സ്കില്ലുകൾ പരുവപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വിദഗ്ധമായ ആലോചനകൾ നടക്കട്ടെ. ആ ആലോചനകളുടെ ഭാഗമായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇന്ത്യ സംഭവിക്കട്ടെ. എന്തായാലും YIP കൂടെ തന്നെ എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഒരു ആൾ കൂടി വരുന്നുണ്ട്. ആരായിരിക്കും? തീർച്ചയായും പാട്ടായിരിക്കും. യെസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഉയരയിൽ ഇനി പാട്ട് വരുന്നുണ്ട്. പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചു വരും. ഓക്കെ, അപ്പോ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കൂ. 89.6 FM സർഗക്ഷേത്ര. ഒരുപാട് സന്തോഷത്തിലാണ് ഉയരയിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഒരുപാട് സ്പെഷ്യൽ വിശേഷങ്ങൾ, സ്പെഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് ജിൻഡോ സാറാണ് കൂടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം YIPയുടെ കോട്ടയം ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ്. സാർ, നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, സമയം പോയത് അറിഞ്ഞില്ല. കാരണം നമ്മൾ യൂത്ത്ഫുൾ മൈൻഡ്സ് ആയതുകൊണ്ടേ അല്ലേ? വേൾഡ് യൂത്ത് സ്കിൽ ഡേ ജൂലൈ 15 നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു ടോപ്പിക് ഇന്ന് ചൂസ് ചെയ്തതിലും. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ളത് സാറിൻ്റെ കുറച്ച് സ്പെഷ്യൽ എക്സ്പീരിയൻസുകളെ പറ്റിയിട്ടാണ്. വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഏകദേശം സാറിനോട് സംസാരിച്ച് വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ്, ഏകദേശം 13 വർഷത്തോളമായിട്ട് ഈ ഒരു സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് അല്ലേ? എന്തായാലും ഒരുപാട് മെമ്മറീസ് സാറിനുണ്ടാവും. എന്തായാലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കരിയർ ചൂസ് ചെയ്തതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് ഞാൻ എത്തുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയും നാളത്തെ ഒരു പ്രൊഫഷണൽ ലൈഫിൽ സാറിന് ഒരിക്കലും മറക്കാനായിട്ട് പറ്റാത്ത ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അതിൽ എന്തെങ്കിലും റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മുടെ കൂടെ ഷെയർ ചെയ്യാനായിട്ട് പറ്റുമോ? ഓക്കെ. ഞാൻ KDISCിൽ ജോയിൻ ചെയ്തത് 2018 എനിക്ക് KDISCിലുള്ള ആദ്യത്തെ എൻ്റെ ചുമതല എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും ആദ്യം സൂചിപ്പിച്ച കുട്ടികളെ ഗണിതം പഠിപ്പിക്കുന്ന മഞ്ചാടി ടീച്ച് മാത്സ് ഫോർ കേരള എന്ന് പറഞ്ഞ പദ്ധതിയുടെ സംസ്ഥാനതല കോർഡിനേഷൻ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഉത്തരവാദിത്വം. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കേരളത്തിലെ 5 പഞ്ചായത്തുകളിൽ, പ്രാദേശികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന 5 പഞ്ചായത്തുകളിലാണ് നമ്മൾ ഈ പരിപാടി ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലേറ്റവും ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത് വയനാട് ജില്ലയിലെ തിരുനെല്ലി പഞ്ചായത്തിൽ നടത്തിയ മഞ്ചാടി പദ്ധതിയായിരുന്നു. അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് ഈ മഞ്ചാടിയുടെ എക്സസൈസ്, ഈ ഇടപെടൽ നമ്മൾ നടത്തുമ്പോൾ കുട്ടികളെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് പ്രതികൂലമായ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. കാട് ഒരു പ്രശ്നമാണ്, യാത്രാ സൗകര്യം ഒരു പ്രശ്നമാണ്, അതിനുശേഷം ഈ വന്യജീവികളുടെ ആക്രമണം വലിയൊരു പ്രശ്നമാണ്. ഇതിൻ്റെ എല്ലാം ഇടയിൽ നിന്നിട്ടാണ് ഈ വയനാട്ടിൽ നമ്മൾ 1.5 കൊല്ലത്തോളം ഈ പരിപാടിയുടെ ഒരു പൈലറ്റ് നമ്മളവിടെ നടത്തുന്നത്. പരിപാടി തീർന്നതിന് ശേഷം ജില്ലയിൽ പരിപാടിയുടെ അവലോകന യോഗം നമ്മൾ നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ അവലോകനം നടത്തുന്ന സമയത്താണ് ആ ഒരു മൊമെൻ്റാണ് എൻ്റെ ഈ KDISC ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റായിട്ട് ഞാൻ കാണുന്നത്. കാരണം അത്രയും സാഹചര്യങ്ങളെ മറികടന്നുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാം ഫെസിലിറ്റേറ്റ് ചെയ്തത് സന്തോഷം എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ബാവലി സ്കൂളിലെ ഒരു മാഷാണ്. അദ്ദേഹമായിരുന്നു പ്രാദേശികമായിട്ട് ഈ പരിപാടിയുടെ അക്കാദമികമായിട്ടുള്ള കോർഡിനേഷൻസും അതുപോലെ മറ്റ് സാങ്കേതിക കോർഡിനേഷൻസൊക്കെ നടത്തുന്നത്. മാഷിന്നില്ല, മാഷജി മരിച്ചുപോയി. അപ്പോൾ മാഷിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അപ്പം ആ കാലഘട്ടം, അന്ന് ആ സ്ട്രഗിളിലൂടെ വളരെ KDISC അന്ന് വളരെ ശൈശവഘട്ടത്തിലാണ്. ഇന്ന് ഈ കാണുന്ന KDISCിൻ്റെ സംവിധാനങ്ങളൊന്നും അന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ അന്ന് അവിടെ നടത്തിയ വളരെ വിപ്ലവകരമായ, വളരെ ഇപ്പോൾ ഓർക്കുമ്പോൾ പോലും ഒരുപാട് സന്തോഷം തോന്നുന്ന
ആ മേഖലയിൽ നടത്തിയ ഗണിതവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളാണ്, ആദ്യ ഇടപെടലുകളാണ് ഏറ്റവും സന്തോഷം നൽകിയത്. പിന്നീട് അങ്ങോട്ട് YIPയിലേക്കൊക്കെ വന്ന സമയത്ത് ധാരാളം അനുഭവങ്ങളുണ്ട്. എങ്കിലും ഫസ്റ്റ് എക്സ്പീരിയൻസ് തീർച്ചയായും ചെറിയ കുട്ടികൾ അവൻ്റെ സ്കൂളിന് പുറത്തു പോയി ഒരു യഥാർത്ഥ പ്രശ്നത്തെ കണ്ടെത്തി വരുമ്പോൾ, ഇന്നലെ വരെ അവൻ കാണാത്ത ഒരു കണ്ണിലൂടെ അവനൊരു പ്രശ്നത്തെയൊക്കെ മനസ്സിലാക്കുമ്പോൾ അവൻ്റെയൊക്കെ മുഖത്തുണ്ടാകുന്ന, കുഞ്ഞുങ്ങളുടെ മുഖത്തുണ്ടാകുന്ന അനുഭവങ്ങളും സന്തോഷങ്ങളൊക്കെ എല്ലാം സ്പെഷ്യലാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ ഈ ഓർഗനൈസേഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സാറിന്റെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളും ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും അല്ലെ. എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് വന്നതിന് ശേഷവും സാറിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയെ പറ്റി സാർ മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായും. എനിക്ക് പറയാനുള്ളത് KDISCന്റെ ഇപ്പോൾ ജസ്റ്റ് സ്ഥാനം ഒഴിഞ്ഞിട്ടുള്ള KDISCന്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ PV ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ചാണ്. അദ്ദേഹം കേരള പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നു. ഒരുപാട് സ്ഥാനങ്ങൾ കേരള സർക്കാരിൻ്റെ ഒരുപാട് ഔദ്യോഗിക സ്ഥാനങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ചൊരു മനുഷ്യനാണ്. അദ്ദേഹമായിരുന്നു എൻ്റെ മെൻറ്റർ. KDISCൽ വന്നപ്പോൾ ഞാൻ നേരിട്ട് അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ജോയിൻ ചെയ്തത്. വളരെ പെർഫെക്ഷനിസ്റ്റ് ആയിട്ടൊരു മനുഷ്യൻ, ചെയ്യുന്ന കാര്യങ്ങളിൽ 101% ആത്മാർത്ഥതയുള്ള, നീതിയുള്ള, അങ്ങേയറ്റം മനുഷ്യസ്നേഹിയായ മനുഷ്യൻ. ഒരു വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൽ കൃത്യമായ ധാരണയുള്ള, അതിനെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന, നമ്മുടെ കൂടെ ഇരുത്തി നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ കൂടെ ഏകദേശം 8 വർഷത്തിലൊരു 5-6 വർഷം ഞാൻ അദ്ദേഹത്തിനോട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചതും ജീവിതത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയതും. അദ്ദേഹത്തിന് ഭയങ്കരമായൊരു സ്നേഹം എന്നോടുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോടും അങ്ങേയറ്റം അടുപ്പമുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം വിളിക്കും. പ്രധാനമായിട്ടും ഈ മഞ്ചാടി പോലുള്ള അല്ലെങ്കിൽ YIP പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഫീൽഡിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അത് എങ്ങനെ നടത്തിയെടുക്കണം, എങ്ങനെയാണ് സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, നമുക്ക് ഒരിക്കലും അപ്രാപ്യമായിട്ടുള്ള ചില മേഖലകളെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അപ്രാപ്യമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളെ എങ്ങനെ കൃത്യമായി ക്യാപ്ചർ ചെയ്യണം എന്നുള്ളതിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അഡ്വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമാണ്. നമ്മളൊക്കെ ഞെട്ടിത്തെറിച്ചു പോകും. അത്രയ്ക്കും വലിയ ജീനിയസ് ആയൊരു മനുഷ്യൻ. അദ്ദേഹത്തെ അറിയാവുന്ന മനുഷ്യർ ധാരാളം ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരുപാട് എക്സ്പെഷ്യലി ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകൾക്കൊന്നും ഡോക്ടർ PV ഉണ്ണികൃഷ്ണനെ പരിചയപ്പെടുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏറ്റവും അതിലൊക്കെ ഉപരി ഇത്രയും നല്ലൊരു മനുഷ്യനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്കറിയാം നമ്മൾ എന്തൊക്കെ, അദ്ദേഹം ഉയർന്നൊരു ടെക്നോക്രാറ്റാണ്, അങ്ങേറ്റം അറിവുള്ള മനുഷ്യനാണ്. പക്ഷേ എന്നാൽ അതിനൊക്കെ ഉപരി എന്നെ സ്വാധീനിച്ച അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യത്വമാണ്. ചുറ്റുമുള്ള മനുഷ്യരോട്, ചുറ്റുമുള്ള വ്യക്തികളോട്, ചുറ്റുമുള്ള കുഞ്ഞുങ്ങളോടൊക്കെ അദ്ദേഹം പുലർത്തുന്ന ഒരു സ്നേഹവും അടുപ്പവും ആഭിമുഖ്യവും ഒക്കെ അങ്ങേറ്റം എന്നെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പം ആ മനുഷ്യനായും അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായും അല്ലെങ്കിൽ ഒരു സാധാരണ ജീവനക്കാരനായും ഒക്കെ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കണം, നാട്ടിലുണ്ടായിരിക്കണം എന്നുള്ളതിന് പാഠമായി ഞാൻ മുമ്പിൽ കാണുന്നത്. ഓവറോൾ നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറിനെ നമുക്ക് ഗുരു എന്നുള്ള തീർച്ചയായും. എനിക്ക് മാത്രമല്ല, KDISCയിൽ ഒരുപാട് പേര് അദ്ദേഹം ഇപ്പോഴും ഗുരു തന്നെയാണ്. എന്തായാലും ഇനിയും ഒരുപാട് അനുഭവങ്ങൾ, വളരെ നല്ല നല്ല അനുഭവങ്ങൾ ഈ ഒരു മേഖലയിൽ നിന്നും സാറിന് ഉണ്ടാവട്ടെ. തുടർന്നുള്ള ഓരോ മൊമെന്റിലും എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ഇത്രയും നേരം ഉയരയിലൂടെ നമ്മളിലേക്ക് എത്തിച്ച അറിവുകൾക്ക്, അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അപ്ഡേഷൻസിന് എല്ലാം നമ്മുടെ സർഗക്ഷേത്രയുടെ ഭാഗത്തു നിന്നും നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള ഒരു വലിയ നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മൾ വിളിച്ച ആ ഒരു സ്പോട്ടിൽ തന്നെ പിന്നെ ഉറപ്പായിട്ടും ഞാൻ എത്തിയിരിക്കും എന്ന് നമ്മളെ അറിയിച്ച ആ ഒരു സ്പിരിറ്റിനും നമ്മുടെ ഒരു ബിഗ് താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് us. എന്തായാലും നമ്മൾ ഇനിയും ഒരു വരവ് കൂടി വരേണ്ടി വരും. ഒന്നല്ല, ചിലപ്പോ കുറച്ചധികം വരവ് കൂടി സർഗക്ഷേത്രയിലൂടെ തന്നെ വരേണ്ടി വരും അല്ലേ? ഉറപ്പായും. ഈ ഒരു അവസരം, സംസാരിക്കാൻ ഒരു അവസരം, എസ്പെഷ്യലി ഈ വിഷയം തിരഞ്ഞെടുത്തതിനും ഈ വിഷയം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കാണിച്ച ആ ഒരു സന്നദ്ധതയ്ക്കും സർഗക്ഷേത്രയ്ക്കും എല്ലാവിധ നന്ദിയും ആശംസകളും നേരിടുന്നു. ധൈര്യമായി മുമ്പോട്ട് പോകട്ടെ, നല്ല നാളുകൾ ഉണ്ടാവട്ടെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാവട്ടെ. കലക്കൻ പരിപാടികളുമായിട്ട് ഇനിയും നമ്മളും എത്തിച്ചേരുന്നതായിരിക്കും. സോ കേട്ടോണ്ടേയിരിക്കൂ സർഗക്ഷേത്ര 89.6 FM, കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.